പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വ്യക്തിപരമായുള്ള കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കില്ല, എല്ലാം കൂളാണെന്ന് താൻ വ്യക്തമാക്കിയതാണ്. തരൂർ ഇന്നലെ പറഞ്ഞത് കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയി. മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. കേരളത്തിന്റെ തീരമേഖല ആശങ്കയിലാണ്. വിഷയം വളരെ സങ്കീർണമാണ്. ഖനനത്തിന് അനുമതി നൽകിയ നടപടി ആശങ്ക ഉണ്ടാക്കുന്നതെന്നും വേണുഗോപാൽ വിമർശിച്ചു. നിലവിൽ മത്സ്യലഭ്യത കുറഞ്ഞു വരികയാണ്. തകർന്നു കിടക്കുന്ന മത്സ്യമേഖലയെ നടപടി വലിയ രീതിയിൽ ബാധിക്കും. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന് പറയുന്നത് വിചിത്രമായ നടപടിയാണ്. ടെൻഡർ നടപടികൾ നിർത്തിവെക്കണം. നടക്കുന്നത് കള്ളക്കളിയാണ്. ദുഷ്ടലാക്കോടെ തീരമേഖലയെ തകർക്കാൻ ശ്രമം നടക്കുന്നു. സ്വകാര്യ മേഖലയ്ക്ക് വളഞ്ഞ വഴിയിലൂടെ കരിമണൽ നൽകുന്നതിനുള്ള നടപടികളാണ് നടക്കുന്നത്. വിഷയത്തിൽ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കണം. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ കള്ളക്കളി നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. സർക്കാർ കേരളത്തിനൊപ്പമാണെങ്കിൽ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം. ഒറ്റക്കെട്ടായി ഇതിനെ നേരിടണം. പ്രധാനമന്ത്രിക്ക് നേരത്തെ കത്ത് അയച്ചതാണ്. ഇന്ന് വീണ്ടും കത്തയക്കും. അടുത്ത സമ്മേളനത്തിലെങ്കിലും പ്രമേയം പാസാക്കണം. ടെൻഡർ നിർത്തിവെച്ച് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.